അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയാണ്. ചില ആളുകൾ പറയാറുണ്ട് അള്ളാഹ് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാറുണ്ട്. അതിനെല്ലാം പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും പടച്ചവൻ പരന്നു കിടക്കുന്നു എന്ന വാദം മുഅ്തസിലികൾ എന്ന് പറയുന്ന ഔലിയാക്കളെ കറാമത്തിനെ ചോദ്യം ചെയ്തിരുന്ന, ഖബറിൽ ശിക്ഷയില്ലെന്ന് വാദിച്ചിരുന്ന, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിരുന്ന, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും തള്ളിപ്പറഞ്ഞിരുന്ന, നമ്മളെ ഇമാമിങ്ങളെ തള്ളിപ്പറയുകയും ആക്രമിക്കുകയും ചെയ്ത മുഅ്തസിലുകൾ എന്ന് പറയുന്ന പുത്തൻവാദികളുടെ വാദമാണ് പടച്ചവൻ ലോകമൊട്ടാകെ പരന്നു കിടക്കുന്നു എന്ന വാദം. ആ ചിന്ത ഒരിക്കലും മുസ്ലിമേ നിന്റെ മനസ്സിൽ കടന്നു പോകല്ല. എന്നാൽ മഹാന്മാരായ സഹാബികളെ പിഴച്ചവരും നശിച്ചവരുമായി ചിത്രീകരിച്ചൊരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ് റാഫിദുകൾ. സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്നാണ് അവരുടെ വാദം. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചു എന്നാണ് അവരുടെ വാദം. സിദ്ദീഖുൽ അക്ബർ എന്തുകൊണ്ട് പിഴച്ചു എന്നാണ് അവർ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു. അതെന്താണ് ആ സൽക്കർമ്മം? പരിശുദ്ധ ഖുർആൻ 30 ജുസുവും പരിശുദ്ധ ഖുർആൻ 30 ജുസുവും 1-2 ചട്ടയുടെ ഉള്ളിൽ എഴുതി വെക്കുക എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നില്ല. നബിയുടെ കാലത്ത് സംഭവിച്ചിരുന്നില്ല. പിന്നീട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്തിട്ടില്ലെങ്കിലും അത് ആവശ്യമാണ്, ചെയ്യേണ്ടതാണ്, അത് ഖൈറാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഖുർആൻ 30 ജുസും ഒരക്ഷരം വിട്ടുപോകാതെ 2 ചട്ടക്കുള്ളിലായി എഴുതി വെച്ചു. ഇത് നബി തങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ ചില പുത്തൻവാദികളുടെ ചില വാദങ്ങൾ, നബി ചെയ്യാത്തതെല്ലാം തെറ്റാണെന്ന് പറയുന്ന വാദങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് ദുബായിൽ പോയി. അപ്പോ കോർഫുഖാനിന്റെ അടുത്തുള്ള ഒരാള്, എന്റെ ഒരു സ്നേഹിതൻ ഇസ്മായിൽ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ഒരു കുട്ടിയെ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മുജാഹിദിന്റെ മദ്രസ പറഞ്ഞയച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? ആ കുട്ടി കുറച്ചു ദിവസം കഴിഞ്ഞാലും ബാപ്പ കാഫറാന്ന് പറയൂലേ? ഇയാൾ പറഞ്ഞു, ഇല്ല ഉസ്താദ്, ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, പിൻവലിക്കാൻ കാരണം മദ്രസയിൽ നിന്ന് മൗലവി പറഞ്ഞു, മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതാൻ പാടില്ല, മയ്യിത്തിന്റെ മേൽ ഖുർആൻ ഓതാൻ പാടില്ല. എന്നിട്ടോ ചോദിച്ചു. എന്റെ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മരിച്ച മയ്യിത്തിന്റെ പേരിൽ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് മൗലവി പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ നാളെ മദ്രസയിൽ പോണം, നാളെ കുട്ടികളെ മുന്നിന്ന് ഈ മൗലവിനോട് ചോദിക്കണം, അടുക്കളയെന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കണം. മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല എന്നല്ലേ മൗലവി പറഞ്ഞു, അടുക്കളയിൽ നിന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ ഈ കുട്ടി ചോദ്യവും മനപ്പാടാക്കി പോയി. ഈ കുട്ടി ചോദിച്ചു, അല്ല മൗലവി സാഹിബേ, നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല, എന്നാ അടുക്കളയിൽ നിന്ന് ഖുർആൻ ഓതാവോ എന്ന് ചോദിച്ചു. ചെറിയ കുട്ടി. അപ്പൊ ഇയാൾ പറഞ്ഞു, അടുക്കളയിൽ നിന്ന് ഖുർആൻ ഒന്നും എനിക്ക് കുഴപ്പമില്ല, വിരോധമില്ല, ഒന്നിന് യാതൊരു വിരോധമില്ല. ഉടനെ ഈ കുട്ടി ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തേ മരിച്ച വീട്ടിൽ നിന്ന് ഓതിക്കൂടാന്ന് പറഞ്ഞത്? മരിച്ച വീട്ടിൽ നിന്ന് മുഹമ്മദ് നബി ഓതിയിട്ടില്ല. ഉടനെ കുട്ടി ചോദിച്ചു, അടുക്കളയിൽ നിന്ന് മുഹമ്മദ് നബി ഖുർആൻ ഓതിയിട്ടുണ്ടോ? മുഹമ്മദ് നബി അടുക്കളയിൽ നിന്ന് ഖുർആൻ ഓതിയ ബുഖാരിയിലുണ്ടോ? അപ്പോ മൗലവിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മൗലവി താനെ അങ്ങ് ബർച്ചു പോയി, കുട്ടികൾ മുഴുവൻ അങ്ങോട്ട് കൂക്കുളിച്ചു. പിന്നെ ഞാൻ എന്റെ കുട്ടീനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇസ്മായിൽ ഹാജി. ഞാൻ ഉള്ള സംഭവം പറഞ്ഞതാ. അപ്പൊ സഹോദരന്മാര്, അങ്ങനെ ചില ആളുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഏത് നല്ല കാര്യം ഒരണുമണിത്തൂക്കം ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കും. ഏത് തിന്മകൾ ഒരണുമണിത്തൂക്കം ചെയ്താൽ അതവൻ കാണും. അഥവാ അല്ലാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. അല്ലേ? ആ ഖൈറായ കാര്യം
നബി ചെയ്തതാകണം എന്നില്ല. മുമ്പൊരാൾ പറഞ്ഞു, മാനസിക രോഗം മാറിയാൽ കുളിക്കൽ സുന്നത്താണ്. ഉടനെ ഒരാളെ ചോദ്യം, നബി എങ്ങനെ കുളിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടാകുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അങ്ങനെ ചോദിക്കാൻ തന്നെ നിവൃത്തിയുണ്ടോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ ഒരു കാര്യം ഖൈറാണെന്ന് തെളിഞ്ഞാൽ മതി, അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ മൈക്ക് വെച്ച് പ്രസംഗിച്ചാൽ അത് ഖൈറാണ്. കാരണം ധാരാളം ആളുകൾ കേൾക്കും. അതിനാൽ അതിന് കൊടുക്കുന്ന വാടകയ്ക്ക് പ്രതിഫലം ലഭിക്കും. നബി എങ്ങനെ മൈക്കിന് വാടക കൊടുത്തിരുന്നോ എന്നാരും ചോദിക്കണ്ട. ഓ സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ മദ്രസയും ഉണ്ടാക്കിയിട്ടില്ല. നബി തങ്ങളുടെ കാലത്ത് ഒരു മദ്രസയും ഇല്ല. അതുകൊണ്ട് മദ്രസക്ക് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിക്കണ്ട. നബിയുടെ കാലത്ത് ഒരു പള്ളിക്കും മിനാരമില്ല. അതുകൊണ്ട് പള്ളിയുടെ മിനാരങ്ങൾ ആരും തച്ചൊടക്കാൻ വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിക്ക് മിഹ്റാബ് പോലും ഇല്ല. മിഹ്റാബ് നബി എന്ന് പറയുന്നത് നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്തിന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ അങ്ങനെ പേരിട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മിഹ്റാബില്ല. അതുകൊണ്ട് ഒരു മിഹ്റാബും ആരും തകർക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹീഹുൽ ബുഖാരി പോലുള്ള ഒരു ഹദീസിന്റെ കിതാബുമില്ല. അതുകൊണ്ട് ഒരു കിതാബും ആരും ചുട്ടുകരിക്കേണ്ടതില്ല. നബി തങ്ങൾ ചെയ്തതേ പറ്റൂ എന്ന വാദം അത് റാഫിലുകളുടെ വാദമാണ്. 2 ചട്ടക്കുള്ളിലായി 30 ജുസ് ഖുർആനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുതി ക്രോഡീകരിച്ച് സഹാബത്തിന്റെ കൈവശത്തിൽ കൊടുത്ത് സഹാബത്ത് മുഴുവനും അത് അംഗീകരിച്ച് പിന്തലമുറക്ക് എത്തിച്ചു കൊടുത്തപ്പോ സഹാബികളുടെ വിരോധികളായ റാഫിദുകൾ പറഞ്ഞു, അബൂബക്കർ പിഴച്ചുപോയി. കാരണം നബി ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്തുകൊണ്ട് പിഴച്ചുപോയി എന്ന് പറഞ്ഞു. ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അവരാണ് സഹോദരന്മാരെ കണക്ക് കൂട്ടി നോക്കിയിട്ട് മാസമർപ്പിക്കണമെന്ന് വാദിച്ചവർ. അവരാണ് സഹോദരന്മാരെ ഉമർ ഇബ്നുൽ ഖത്താബ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് കൊണ്ട് ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കി ഉമർ പിഴച്ചു എന്ന് വാദിച്ചവർ. അവരാണ് സഹോദരന്മാരെ ജുമഅയുടെ 2 ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത് ചോദ്യം ചെയ്യുന്ന സിദ്ധാന്തം അംഗീകരിച്ചവർ. ആ റാഫിലുകളുടെ ഒരു വാദമാണ് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന വാദം, അർശിന്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന വാദം. അത് റാഫിലുകളുടെ വാദമാണ്. ആ വാദത്തിന്റെ പ്രചരണമാണ് ഇപ്പോൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിൽ നടത്തുന്നത്. അത് കടുത്ത കുഫ്റാണ് കേട്ടോ, കടുത്ത വിശ്വാസരാഹിത്യമാണ് കേട്ടോ. അല്ലാഹു സ്ഥലകാലതീതനാണ്. അർശും കുർസും ലൗഹും ഖലമും സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശങ്ങളും ഒക്കെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്നും അല്ലാഹുക്ക് സ്ഥലമില്ല, ഇന്നും അല്ലാഹുക്ക് സ്ഥലമില്ല. അവൻ സൃഷ്ടികളെ പോലെ അല്ല. സൃഷ്ടികൾക്കൊരു സ്ഥലം വേണം, റബ്ബിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി അടുക്കലുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം സ്ഥലം കൊണ്ടുള്ള അടുപ്പമല്ല, ആത്മീയമായ അടുപ്പമാണ്. ആ അടുപ്പം ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഓ മുഅ്മിനീങ്ങളെ, റബ്ബിനെ പ്രിയം വെക്കുന്ന നാം റബ്ബിലേക്ക് ഇബാദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അടുക്കണം. അല്ലാഹുവിന് സൽക്കർമ്മം ചെയ്തുകൊണ്ടടുക്കണം. അങ്ങനെയാണ് അടുപ്പം. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കണ്ടില്ലേ? അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അടിമ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയം അടിമ സുജൂദ് ചെയ്യുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്, സുജൂദ് വല്ലാത്തൊരു ഇബാദത്താണ്. പക്ഷേ അത് സ്വന്തമായി ചെയ്യാൻ പാടില്ല. സ്വന്തമായി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. സുജൂദ് ചെയ്യൽ സുന്നത്ത്, ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, ആ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക. ഫർള് നിസ്കരിക്കുക, നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക. പിന്നെ സുജൂദ് മാത്രം ആയി നടത്തുന്ന 2 സ്ഥലങ്ങൾ ഉണ്ട്. ഒന്ന് പരിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക ആയത്തുകൾ ഓതിയാൽ തിലാവത്തിന്റെ സുജൂദ് എന്ന സുജൂദ് ഉണ്ട്. അത് ഖിബിലക്ക് തിരിഞ്ഞ് തക്ബീർ ചൊല്ലി സുജൂദ് ചെയ്തിട്ട് സലാം വീട്ടുന്ന പതിവ് ഉണ്ടല്ലോ. ഇതുപോലെ ശുക്റിന്റെ സുജൂദ് എന്ന വേറെ ഒരു സുജൂദ് ഉണ്ട്. അതായത് നന്ദിക്ക് വേണ്ടിയുള്ള സുജൂദ്. ഒരു കടുത്ത വിഷമിക്കുന്ന രോഗം, കുഷ്ഠരോഗം, അല്ലാഹു കാക്കട്ടെ,
ഒരു കടുപ്പമുള്ള രോഗമാണ്. അല്ലാഹു കാക്കട്ടെ. രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കും. കുഷ്ഠരോഗമുള്ളവൻ അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കും. പക്ഷെ നമ്മൾ കുഷ്ഠരോഗിയെ കാണുമ്പോ അല്ലാഹു എനിക്ക് ആ രോഗം തന്നിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ രോഗി കാണാതെ അറിയാതെ അല്ലാഹുവിന് ശുക്രിന് വേണ്ടി ഒരു സുജൂദ്, നന്ദിക്ക് വേണ്ടി ഒരു സുജൂദ്, ആ രോഗം എനിക്ക് അല്ലാഹു തന്നില്ലല്ലോ എന്നുള്ളതിൽ ഒരു സുജൂദ് സുന്നത്താണ്. പക്ഷെ അവൻ ചെയ്യരുത്. എന്തുകൊണ്ട്? അവന്റെ മനസ്സിന് ഫീലിംഗ് ആവും. ഒരാളെ മനസ്സിനും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതാണ് ഇസ്ലാം. എന്നാൽ കാണത്തന്നെ സുജൂദ് ചെയ്യാവുന്ന ചില രംഗങ്ങളുണ്ട്. ശുക്രിന്റെ സുജൂദ് അങ്ങനെ ഒരിക്കലും പള്ളി കയറൂല, ജുമാക്ക് വരൂല, നിസ്കരിക്കൂല, പിന്നെ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും നിസ്കാരം ഒഴിച്ചിട്ട്, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അല്ലെങ്കിൽ കള്ളിങ്ങനെ കുടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് റമളാനിലും അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോവും. സ്ഥലം മതിയാവില്ല, റോട്ടുമ്പല് വീതി മതിയാവൂല. മുമ്പ് ഇമാം സീബവഹി തങ്ങളോട് ഒരാൾ ചോദിച്ചിരുന്നു, ലാമലിഫ് എന്നൊരു അക്ഷരമുണ്ടല്ലോ അറബിയിൽ, അതെങ്ങനെയാ എഴുതുകയെന്ന്. മൂപ്പരോന് കള്ളു കുടിച്ചാൽ നടക്കും പോലെയാണ്. ഒരു കാലിപ്പലും വെക്കും, മറ്റേ കാലം പറഞ്ഞിങ്ങനെ പോകും. ലാമലിഫ് എഴുതിയാൽ അങ്ങനെയല്ലേ? ഈ ലാമലിഫ് എഴുതിയ പോലെ നടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ പരസ്യമായി വ്യഭിചാരം നടത്തുന്ന മനുഷ്യൻ, പരസ്യമായി പലിശ വാങ്ങിക്കൂട്ടുന്ന മനുഷ്യൻ, പരസ്യമായി തെമ്മാടിത്തം ചെയ്യുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യനെ കണ്ടാൽ അവന്റെ മുന്നിൽ വെച്ച് തന്നെ, അവൻ കാണുന്ന വിധത്തിൽ തന്നെ അല്ലാഹുവിന് ശുക്രിനൊരു സുജൂദ് സുന്നത്തുണ്ട്. അല്ലാഹുവേ, ഇവനെ പോലെ എന്നെ നീ ഒരു തമ്മാടിയാക്കിയിട്ടില്ലല്ലോ, നിസ്കാരം ഒഴിക്കുന്നവനാക്കിയിട്ടില്ലല്ലോ, നീ ഒരു മദ്യപാനിയാക്കിയിട്ടില്ലല്ലോ എന്ന നിലക്കൊരു ശുക്രിന്റെ സുജൂദുണ്ട്. അവിടെ പണ്ഡിതന്മാര് പറയുന്നത്, നീ അവൻ കാണത്തന്നെ ചെയ്തോ. എന്തിനു വേണ്ടി? അവൻ അത് കണ്ടിട്ട് പാഠം പഠിക്കട്ടെ. ഈമാനുള്ള മോമിനീങ്ങൾ എന്നെ കാണുമ്പോ സുജൂദ് ചെയ്യുന്നത് ഞാൻ തെമ്മാടിയായത് കൊണ്ടാണല്ലോ, ഞാനൊന്ന് തുരുത്തിരുത്തി നന്നാകേണ്ടതില്ലേ എന്നവനൊന്ന് ചിന്തിക്കാൻ അവസരമുണ്ടാകാൻ നീ ഒന്നവന്റെ മുന്നിൽ വെച്ച് തന്നെ ചെയ്തോ. എന്നാൽ ആ തമ്മാടി നീ അങ്ങനെ അവന്റെ മുന്നിൽ നിന്ന് സുജൂദ് ചെയ്യുമ്പോ, നീ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് നിന്റെ തല അടിച്ചു പൊട്ടിക്കുകയോ ചവിട്ടി പൊട്ടിക്കുകയോ ചെയ്യും. ആരടാ നീ എന്നെ കാണുമ്പോ സുജൂദ് ചെയ്യാൻ എന്ന നിലക്ക് ആക്രമിക്കുമെന്ന് കണ്ടാൽ നീ അവന്റെ മുന്നിൽ വെച്ചാ സുജൂദ് ചെയ്യാൻ പാടില്ല, നീ അവൻ കാണാതെ ചെയ്തോളണം എന്നും പണ്ഡിതന്മാര് പറയുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ശുക്രിന്റെ ഒരു സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദുണ്ട്. അല്ലാത്ത നിലക്ക് സുജൂദ് താനേ ചെയ്യാൻ പാടില്ല. കള്ളത്തരീക്കത്തുകൾക്കെതിരെ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട ഞാൻ മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെയും പ്രസംഗിക്കാറുണ്ട്. എന്റെ സഹോദരന്മാർ ഏതെങ്കിലും തരീക്കത്തെന്ന പേരിൽ എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോയി പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്തുണർത്തുന്നതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ആലുന്തറ ശൈഖ് എന്ന് പറഞ്ഞൊരു ശൈഖ് ഇറങ്ങി. മൂപ്പര പരിപാടി പെട്ടെന്ന് സുജൂദ് ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്, അനാവശ്യമായി സുജൂദ് ചെയ്യാൻ പാടില്ല. ശൈഖന്മാരെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ ചില ആളുകൾ മഖ്ബറയിൽ കയറിയിട്ട് ഖബറിന് സുജൂദ് ചെയ്യുന്നത് കാണാം. കടുത്ത ഹറാമാണ് കേട്ടോ. ഒരു ഖബറിനും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് കൊണ്ട് ബഹുമാനിക്കാൻ അർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബികൾ വന്ന്, നബിയെ ഞങ്ങളുടെ ഒട്ടകം ജോലിയെടുക്കുന്നില്ലെന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ, ഒട്ടകം ജോലിയെടുക്കുന്നില്ല, ആ കംപ്ലൈന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ വ്യക്തിയല്ല. സർവ സൃഷ്ടികളും ബഹുമാനിക്കുന്ന നേതാവ്, സർവചരാചരങ്ങളും ആദരിക്കുന്ന നേതാവ്, ആ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മാത്രം
ഞാൻ പ്രസംഗിച്ച സീഡികൾ കിട്ടുമ്പോൾ വാങ്ങി കേൾക്കണേ ചെറുപ്പക്കാരെ. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥൻ അല്ലാഹയാണെങ്കിൽ ആ റബ്ബിന്റെ അനുഗ്രഹം ലോകത്ത് കിട്ടാൻ മുഴുവനും കാരണക്കാരനായി അള്ളാഹു നിശ്ചയിച്ച സർവലോകത്തുമുള്ള സർവ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും സർവ മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫളഹറതു ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഔ ഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. മലക്കുകൾക്കോ മനുഷ്യർക്കോ ജിന്നുകൾക്കോ സൃഷ്ടികൾക്കാർക്കെങ്കിലുമോ ഏത് ഗുണങ്ങൾ അല്ലാഹുവിങ്കൽ ലഭിക്കുന്നുണ്ടോ, ആ ഏത് മുസീബത്തുകൾ തടുത്തു പോകുന്നുണ്ടോ, എല്ലാറ്റിനും കാരണക്കാരനായി എല്ലാറ്റിനും നിമിത്തമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന്, നബിയെ, ഞങ്ങളുടെ ഒട്ടകങ്ങൾ ജോലിയെടുക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വരൂ, നമുക്ക് ആ ഒട്ടകത്തെ സന്ദർശിക്കാം. ഒട്ടകം പിണങ്ങിക്കിടക്കുന്നു. ആ ഒട്ടകത്തെ മസ്ലഹത്താക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇത് പണ്ഡിതന്മാർക്ക് പാഠമാണ്, നേതാക്കൾക്ക് പാഠമാണ്. മഹല്ലിൽ രണ്ടാളുകൾ തമ്മിൽ മിണ്ടാതിരുന്നാൽ നാട്ടിലെ നേതാക്കന്മാർ ഇടപെട്ട് അവരെ പരസ്പരം മസ്ലഹത്താക്കണം. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ തമ്മിലെ ചെറിയ അകൽച്ചയുണ്ടാകുമ്പോൾ നേതാക്കൾ ഇടപെട്ട് അത് ക്ലിയറാക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയത് കണ്ടാൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കരുത്, അവരെ നമ്മൾ മസ്ലഹത്താക്കണം. നമ്മുടെ ബാധ്യതയാണ്. അതിന് നമ്മൾ അധ്വാനിക്കണം. ഒട്ടകത്തിന്റെ അവകാശികളും തമ്മിൽ തെറ്റിയപ്പോ ഒട്ടകത്തിന്റെ മസ്ലഹത്താക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിട്ട് ഒട്ടകത്തിന്റെ അടുത്ത് പോവാണ്. അത് മൃഗാണ്, മൃഗത്തിന്റെ അടുത്ത് നടന്നു പോവാണ് ലോക നേതാവ്. എന്തിന്? അത് മൃഗാണ്. ആ മൃഗത്തിന്റെ അടുത്ത് നടന്നു പോയിട്ടെങ്കിലും നന്നാക്കണോന്നാ. ചിന്താശക്തി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, അവരടുത്ത് വേണമെങ്കിൽ അങ്ങോട്ട് പോകണം, എന്നിട്ട് നന്നാക്കണം. അത് പഠിപ്പിക്കാനാ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു നിങ്ങൾ വിചാരിച്ചാൽ ഒട്ടകം ഇങ്ങ് വരും. മരങ്ങൾ വന്നതിലെടുക്കാം അവന്റെ ഒട്ടകം അല്ലേ? أشجار ساجدة تمشي إليه على ساق بلا قدم. جلك الصلاة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. വിളിച്ചുകൊണ്ടുവരൂ ആ മരത്തെ എന്ന് പറയുമ്പോ മരം നടന്നിങ്ങി വന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത്? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? മരം തന്നെ വിളിച്ചാൽ വരുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഒട്ടകത്തിന്റെ സമീപത്ത് അങ്ങോട്ട് നടന്നു പോവുകയാണ്. എന്തിനാണ്? ലോകത്തുള്ള ജനങ്ങളെ പഠിപ്പിക്കാനാണ്, മസ്ലഹത്താക്കാൻ വേണ്ടി. എവിടെ വേണമെങ്കിലും ഏത് നേതാവും എത്ര ത്യാഗവും സഹിച്ച് നടന്നു പോകേണ്ടി വന്നാൽ പോകണം. അത് ഒട്ടകമാണെങ്കിൽ പോലും പോകണം എന്നത് പഠിപ്പിക്കാനാണ് കേട്ടോ. ഒട്ടകത്തിന്റെ സമീപത്തേക്ക് പോകുന്നു. എപ്പോഴും നമ്മൾ മസ്ലഹത്തെ പറയാവൂ, എപ്പോഴും പരസ്പരം നന്നാകുന്നുള്ള സംസാരമേ സംസാരിക്കാവൂ. ഞാൻ നേരത്തെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി തന്നെ തീബുൽ കലാം, നല്ല സംസാരം. നല്ല സംസാരം. തീവ്രവാദ പ്രസംഗം നടത്തുന്ന ചില ആളുകളില്ലേ, തീപ്പുത്തുത്തുപ്പുന്ന സംസാരം സംസാരിക്കുന്നവരില്ലേ, വർഗീയത ഇളക്കിവിടുന്ന സംസാരം സംസാരിക്കുന്നവരില്ലേ, അത് ഇസ്ലാമിന്റെ നയമല്ല കേട്ടോ. എന്താണ് ഇസ്ലാം? ചോദ്യത്തിന്റെ മറുപടി തീബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. സഹോദരന്മാരെ, ന്യായാധിപന്മാരെയും കോടതികളെയും പോലീസിനെയും അധികാരമുള്ളവരെയും എല്ലാവരെയും നിശ്ചിതമായ വാക്കിൽ നിന്ന് വിമർശിച്ച് എല്ലാവരുടെയും കോപം പിടിച്ചു പറ്റുന്ന വലിയ തീവ്രവാദി പ്രസംഗകരില്ലേ, തീപ്പൊരി പാറ്റുന്ന ജനങ്ങളില്ലേ, അവരുടെ പ്രസംഗം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് മൊത്തത്തിൽ സമുദായമല്ലേ?
ഇരിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ത്വീബുൽ കലാം, നല്ല സംസാരമാണ്. ആഹാരം നൽകലാണ്, ആഹാരം നൽകലാണ്. മരിച്ചുപോയ ബാപ്പന്റെ പേരിലെങ്കിലും ഒരു ആഹാരം നൽകുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് മുടക്കാൻ നടക്കുന്ന മുടക്കികളില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ആഹാരം നൽകലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ മഹാന്മാരായ സഹാബത്തിന്റെ പതിവ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നില്ലേ, കാനൂ യസ്തഹിബൂന യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബഅൻ. 7 ദിവസം മരിച്ച മയ്യിത്തിന് ഖബറിൽ പ്രത്യേകം പരീക്ഷണമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്തായി കണക്കാക്കിയിരുന്നു. മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് വാദിക്കുന്നവരില്ലേ? ഇസ്ലാമിന്റെ തത്വത്തെ നിരാകരിക്കുന്നവരില്ലേ? സഹാബത്തിനെ ചോദ്യം ചെയ്യുന്നവരില്ലേ? അത്തരത്തിലുള്ള വിവരക്കേടുകളുമായി ആര് വന്നാലും അവരെ അതാ വന്ന കാലിൽ തന്നെ തിരിച്ചേക്കണേ സഹോദരന്മാരെ. പുതിയ ആശയങ്ങളുമായി വരുന്നവരുടെ ആശയങ്ങളിലൊന്നും മുസ്ലിം ചെറുപ്പക്കാർ പെട്ടുപോകണ്ട. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് നല്ല സംസാരമാണ്, ആഹാരം നൽകലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, തങ്ങളുടെ സംസാരമെങ്ങാനും ഗൗരവമുള്ളതാണെങ്കിൽ, തങ്ങളുടെ സ്വഭാവമെങ്ങാനും മോശമാണെങ്കിൽ, പരിവരുത്ത സ്വഭാവമാണെങ്കിൽ ജനങ്ങളെല്ലാം പണ്ടെങ്ങാനും പിരിഞ്ഞു പോയിരുന്നു. അല്ലല്ലോ, നേതാക്കൾക്ക് വേണ്ടത് അങ്ങനെയുള്ള സംസാരമല്ലല്ലോ. ഏത് എതിരാളിയുടെയും മനസ്സ് പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയങ്ങളല്ലേ സ്റ്റേജുകളിൽ കേൾക്കേണ്ടത്. തീവ്രവാദ പ്രസംഗങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകര പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന് അന്യമല്ലേ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇതര മതക്കാരായ ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, ഇതര മതക്കാരായ മറ്റു മതക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യുക, അവരോടും നിങ്ങൾ നീതി പുലർത്തുക. നിങ്ങളെ നാട്ടിൽ വെച്ച് നിങ്ങൾ അടിച്ചു പുറത്താക്കാത്ത, നിങ്ങൾ ആക്രമിക്കാത്ത മറ്റു മതക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യുക, നീതി പുലർത്തുക. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമുസ്ലിമായ രാജാവ്, അതേ അമുസ്ലിമായ രാജാവ് ഹദിയോട് തേച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചില്ലേ? ഉഖൈദർ റൂമ എന്ന രാജാവിന്റെ ഹദിയ സ്വീകരിച്ചില്ലേ? അമുസ്ലിമീങ്ങൾക്ക് അതാ ഹദിയ അങ്ങോട്ട് കൊടുത്തേക്കുകയും ചെയ്തത് ബുഖാരിയിൽ തന്നെ ഇല്ലേ? ഓ സഹോദരന്മാരെ, സൗഹാർദ്ദമല്ലേ ഇസ്ലാം? സഹകരണമല്ലേ ഇസ്ലാം? സ്നേഹമല്ലേ ഇസ്ലാം? ഇസ്ലാം തീവ്രതയല്ലല്ലോ, ഭീകരതയല്ലല്ലോ. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ പെട്ടുപോകരുത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് നമ്മളെ ഓതി പഠിപ്പിച്ചത് എന്താണ്? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. സംസാരത്തിൽ പല സംസാരത്തിനും ഖൈറില്ല, പലരുടെയും പല സംസാരത്തിനും ഖൈറില്ല. ഇല്ലാ മൻ അമറ ബിസദഖ, ധർമ്മം ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം നല്ല സംസാരമാണ്. സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള സംസാരം നല്ലതാണ്. അതേ, ധർമ്മത്തിന് വേണ്ടിയുള്ള സംസാരം നല്ലതാണ്. ഔ മഅറൂഫിൻ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന സംസാരം നല്ലതാണ്. ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ പരസ്പരം ഐക്യമുണ്ടാക്കാൻ, പരസ്പരം നന്മയുണ്ടാക്കാനുള്ള സംസാരം നല്ലതാണ്. തെറ്റിപ്പോയ ഭാര്യയെയും ഭർത്താവിനെയും ഇണക്കാനുള്ള സംസാരം, ഒന്നായി പ്രവർത്തിക്കുന്നവരകന്നു പോകുമ്പോൾ അവരെ അടുപ്പിക്കാനുള്ള സംസാരം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ യോജിപ്പിന്റെയും പിന്നിൽ ഒരു ഭിന്നിപ്പാണ്. ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാ യോജിപ്പിന്റെ അപ്പുറം ഒരു ഭിന്നിപ്പ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ നോക്കൂ, ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് വധുവും വരനും വളരെ സന്തോഷത്തോടെ അവർ കുടുംബജീവിതം തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ അവള് പറയുന്നതിനോട് ഇവന് എതിർപ്പ്, ഇവള് പറയുന്നതിനോട് അവൻ എതിർപ്പ്, അങ്ങനെ യോജിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഭിന്നിപ്പാ കാണുന്നത്. എപ്പോ നോക്കിയാൽ ഇവർ തമ്മിൽ ഇങ്ങനെ സംശയങ്ങൾ, ഇവര് തമ്മിൽ ഭിന്നിപ്പുകൾ. സുബ്ഹാനല്ലാഹ്.
പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സംശയ രോഗം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഈ തൊട്ടടുത്ത് വീടുകൾ താമസിക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന രോഗമാണ് സംശയരോഗം. വലിയ മുസീബത്താണ് ഈ സംശയരോഗം. നേരത്തെ ഞാൻ കാറിൽ വരുമ്പോ രാവിലെ എന്റെ സ്നേഹിതൻ സൈഫുദ്ദീൻ ഹാജി പറഞ്ഞു, ഒരു കണ്ടക്ടർ പൈസ കൊടുത്തപ്പോ ബാക്കി പൈസ ചില്ലറില്ലാത്തത് കൊണ്ട് അല്ലെ ഉണ്ടായിട്ടോന്ന് അറിയില്ല, ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നായിട്ട് കൊടുത്തു. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. ഇവർ രണ്ടാളും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പരസ്പരം ബാഗ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ അത് ഭാര്യ ദൂരെ നിന്ന് കണ്ട്. സുബ്ഹാനല്ലാഹ്. വീട്ടിലെത്തിയപ്പോ ഇവളെ മുഖം വല്ലാതെ തടിച്ചിരിക്കുന്നു. നിങ്ങളെന്തേ നേരത്തെ വേറൊരു പെണ്ണിനോട് സംസാരിച്ചിട്ട് ബാഗിന്ന് പൈസ എല്ലാം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് കണ്ടല്ലോ. ഇത് ചോദിച്ചപ്പോ ഭർത്താവിന് യാതൊരു ദുരുദ്ദേശം ഇല്ലാത്ത ഭർത്താവിന് ദേഷ്യം പിടിക്കൂലേ, ഇവര് ദേഷ്യം പിടിച്ചു, ഇവളെ അടിച്ചു, പ്രശ്നമായി. അവസാനം ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖായി പോയി, പിരിഞ്ഞുപോയി. സംഭവം ഒരു കണ്ടക്ടർ പറ്റിച്ചതാ. ഈ രൂപത്തിലുള്ള സംശയങ്ങൾ, ഓ സ്ത്രീകളെ നിങ്ങൾ സംശയിക്കരുത്, ഓ ചെറുപ്പക്കാരെ സംശയിക്കരുത്. ഇപ്പൊ പറയാൻ സമയമില്ല. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചത്. അള്ളാഹു ആ സ്ഥാപനത്തിന് അങ്ങനെ ഒരു ബർക്കത്ത് തന്നിട്ടാണ്. ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് നമുക്ക് നേർച്ച തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവർ ഉദ്ദേശിച്ച് അള്ളാഹു കൊടുക്കട്ടെ. കൊടുക്കുന്നവൻ അള്ളയാണ്, തറിയുന്നവൻ അള്ളയാണ്. നമുക്കൊരു അധികാരവും ഇല്ല. 2 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ നേർച്ചിട്ടാറുണ്ടായിരുന്നു. ഈ അടുത്ത് നാദാപുരത്ത് ഒരു മൗലവി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സലാത്തി ഉള്ളുന്ന സുന്നി കാഫറാക്കുന്ന സലഫി എന്ന് പറഞ്ഞ സലഫി മൂപ്പര് വന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത ചീത്ത പറഞ്ഞ് ധോനിവാസം പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ മൂപ്പര് പരിഹസിച്ചു സിറാജുൽ ഹുദ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം. കാരണം മക്കളില്ലാത്ത ഒരുപാട് അവിടെ നേർച്ചയാക്കിയിട്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. 15 കൊല്ലമായിട്ട് മക്കളില്ല. ഇവിടെ ആലപ്പുഴയുള്ള രാജാറുണ്ട്, അദ്ദേഹം സൗദിയിലാണ്. അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായി. അദ്ദേഹം കുട്ടിക്ക് അബ്ദുറഹ്മാൻ എന്നാ പേര് വെച്ച്. ഉണ്ടായ ഉടനെ തന്നെ എന്റെ അടുത്ത് വന്നിട്ട്, കുട്ടി ജനിച്ച ഉടനെ വന്നിട്ടുണ്ട്. അയാളെ വകയിലാണ് റമദാൻ മാസത്തിൽ മുഴുവൻ ഭക്ഷണവും സിറാജുൽ ഹുദയിൽ. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്തിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഒരാളൊന്നുമല്ല, അങ്ങനത്തെ 100 കണക്കിന് ആളുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു ബർക്കത്ത് ആ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഇവിടെ ദുബായിൽ ചെന്നപ്പോ കാസർകോട്ടുകാരൻ തലങ്കരയിൽ അബ്ദുൽ കരീം, അദ്ദേഹം എനിക്കൊരു കത്ത് തന്നു. ആ കത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ അനുജൻ ഒമാനിൽ ബിസിനസ്സാണ്. 4 പോസ്റ്റിലുള്ളൊരു അറബി അദ്ദേഹത്തിന്റെ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് വലിയ ലക്ഷക്കണക്കിന് റുപ്യന്റെ സാധനം വാങ്ങിയിട്ട് അയാൾ പോയി വൈകുന്നേരം പൈസ കൊണ്ട് തരാൻ. പിന്നെ ഈ അറബിനെ കണ്ടില്ല, പിന്നെ ഈ അറബിയില്ല. കുറെ അന്വേഷിച്ചു നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ അയാൾ കളനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ സിറാജുൽ ഹുദയിലേക്ക് 500 ദിർഹമാണെന്ന് തോന്നുന്നു, എനിക്ക് തന്നത് അങ്ങനെയാണ്. 500 ദിർഹം നേർച്ചയാക്കി, അല്ലെങ്കിൽ അതിന് തുല്യമായ റിയാൽ നേർച്ചയാക്കി. രാത്രി നേർച്ചയാക്കി നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് ഉറക്ക് തെളിഞ്ഞ് കുറച്ച് കഴിയുമ്പോ അറബി ഇങ്ങനെ ഇയാളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. വന്ന് ഫുൾ പൈസ അങ്ങോട്ട് കൊടുത്തു. അബ്ദുൽ കരീമിന്റെ കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോ ഞാൻ പറയുന്നില്ല. ഒരാഴ്ച മുമ്പ് എന്റെ അടുത്ത് വന്നു ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് പാരാമ്പറുള്ള ഒരാള്. അയാളൊരു കുട്ടിക്ക് കണ്ണിന്റെ ഇവിടെ ഒരു മുഴ ഉണ്ടായി. പല ഡോക്ടർമാരെ കാണിച്ച് കീറിയെടുത്ത് കളയാൻ പറ്റൂല. കീറിയെടുത്താൽ മുഖം കോച്ചി പോകുന്നു, ചുരുണ്ടു പോകുന്നു. അതൊന്ന് കുത്തിയെടുത്തിട്ടൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞേച്ച് ഇയാൾ ആ ലിസ്റ്റ് എടുത്തിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആളെടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ വേറൊരാളും കാത്തിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇയാൾ വന്നപ്പോ ഇയാൾ റൂമിൽ കയറി, ലീസ്റ്റ് വാങ്ങിയിട്ട് റൂമിൽ കയറി. മറ്റേ കുട്ടി ആദ്യം അവര് കയറ്റി. അപ്പൊ ഇയാൾ പറഞ്ഞ അയാളല്ല, മറ്റേ കുട്ടി വരട്ടെ തന്നെ ഈ കണ്ണിന്റെ അടുത്ത് സുഖമില്ലാത്ത കുട്ടീനെ കയറ്റി. കുറച്ച് കഴിഞ്ഞ് കുട്ടിയുടെ ടെസ്റ്റിന് വേണ്ടി കയറ്റിയ കൂടുതലുള്ള ആളുകൾ രണ്ടാമത് വാതിൽ തുറന്ന് കയറി നോക്കുമ്പോ ശരിക്ക് കീറിയിട്ട് എല്ലാ കച്ചറി ഒഴിവാക്കിയിട്ട് നല്ല 1ാം നമ്പറായിട്ട് അവിടെ പരുത്തിയൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇവര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനു വേണ്ടി അല്ലല്ലോ ഈ ലീസ്റ്റ് ചെയ്തത്. അപ്പൊ ഇയാള് ലീസ്റ്റ് നോക്കുമ്പം സുബ്ഹാനല്ലാഹ് മറ്റേ കുട്ടിന്റെ ലീസ്റ്റ് അനുസരിച്ചാ ചെയ്തത്. ലീസ്റ്റ് മാറിപ്പോയതാണ്. രോഗം അതോടുകൂടി സുഖപ്പെട്ടും പോയി, ഒരു പ്രശ്നമില്ല. ഇബ്രാഹിം മുസ്ലിയാർ എന്നോട് പറയാണ്, ഒരു നിലക്കും കീറിയിട്ടും മറ്റു ഒഴിവാക്കാൻ പറ്റൂല. ഡോക്ടർമാർ പറഞ്ഞപ്പോ ഞാനൊരു ചെറിയ സംഖ്യ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിരുന്നു. അള്ളാഹു രോഗം സുഖപ്പെടുത്തി ലീസ്റ്റ് മാറ്റിയിട്ട. അങ്ങനത്തെ 100 അത്ഭുതങ്ങൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ജീവനോടെ കാണിച്ചു തരുമ്പോണെങ്കിൽ ഓരോരുത്തർ വേണമെങ്കിൽ കണ്ട കുട്ടീനെയും കാണിച്ചു തരും. പക്ഷേ നാദാപുരത്ത് വന്ന മൗലവി എന്ത് ചെയ്തു എന്നറിയോ? പരിഹസിച്ച് പ്രസംഗിച്ച്
സിറാജുൽ ഹുദനെ പരിഹരിച്ച് പ്രസംഗിച്ച്. സുബ്ഹാനല്ലാഹ്, മൂപ്പര് ഒരു പ്രസംഗത്തിന് മൂപ്പര് പറഞ്ഞു, മൂത്രക്കല്ല് ഷൂ എന്ന് പറഞ്ഞ് തെറിക്കുന്ന ഒരു കറാമത്ത് കേന്ദ്രമുണ്ട് കുറ്റ്യാടിയിൽ. ഞാൻ പറഞ്ഞു, മൂത്രക്കല്ലിന്റെ രോഗമുള്ള പലരും നേർച്ചയാക്കിയിട്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ മൂത്രക്കല്ല് തെറിച്ചു അനുഭവം എനിക്ക് എഴുതി കത്തിയാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഷൂ എന്ന് പറഞ്ഞ് തെറിച്ചു എന്ന് ഒരാൾ എഴുതിയിട്ടില്ല. അത് മൗലവിന്റെ വകയാ. പക്ഷേ മൗലവി സത്യം മാത്രമേ പറയൂ എന്നാണ് അനുയായികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ തെറിച്ചത് ആരെ കല്ലായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. ഇരിക്കട്ടെ സഹോദരന്മാര്, അയാളുടെ പ്രസംഗം 1 കൊല്ലത്തോളം തുടർച്ചയായി ഞാനും അദ്ദേഹവും തമ്മിൽ ഖണ്ഡന പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 6ാമത്തെ ഖണ്ഡനം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാത്തിക്കാണ്. മാസം കുറയായി മൗലവി ഇതുവരെ വന്നിട്ട് ഖണ്ഡന പ്രസംഗം നടത്തില്ല. നോമ്പിന്റെ മുമ്പ് വന്നിട്ട് ഞാനിപ്പം ഖണ്ഡനം നടത്തില്ല എന്ന് പറഞ്ഞ് പോവുക ചെയ്തത്. എന്നാൽ അയാളെ പ്രസംഗം തുടർന്നതിന് ശേഷം ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അയാളെ കൂട്ടത്തിൽപ്പെട്ടവർക്കും തോന്നി അവിടെ എന്തോ അത്ഭുതമുണ്ട്, അവർ നേർച്ചയാക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഇപ്പൊ 3.5 ലക്ഷം റുപ്യോളം നേർച്ച കിട്ടുന്നുണ്ട്. ആദ്യം 2 ലക്ഷം അയാൾ വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ പലരും നേർച്ച തരുന്ന ആ സ്ഥാപനത്തിൽ ലക്ഷദ്വീപിൽ നിന്ന് ഒരു സ്ത്രീ എനിക്കൊരു എന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞതോ കത്താണ് എന്റെ ഓർമ്മ. കുറച്ച് കൊല്ലം മുമ്പ്, കുറച്ച് 1-2 വർഷം മുമ്പാണ്. ആ സ്ത്രീ എനിക്ക് എഴുതി, ഞാനും ഭർത്താവും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു ദിവസം ഭർത്താവ് എന്നോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ വല്ല തെറ്റും ചെയ്തത് ഓർമ്മയുണ്ടോ, വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് കുത്തി പലപ്പോഴും ചോദിച്ചപ്പോ, ഉസ്താദേ ഞാൻ പറഞ്ഞുപോയി, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു അന്യ പുരുഷന്റെ ശരീരവും എന്റെ ശരീരവും തമ്മിൽ തൊട്ടുപോയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവിന് ഇപ്പോൾ എന്നോട് സ്നേഹമില്ല. നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് റെഡിയാകാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് കത്ത്. ഞാനിത് എന്തിനു പറഞ്ഞുവെന്നറിയോ ചെറുപ്പക്കാരാ? സ്വന്തം ഭാര്യമാരെ സംശയിച്ചിട്ട് കുത്തി ചോദിക്കാൻ പോകണ്ട. അതുപോലെ ഭർത്താവിനെ സംശയിച്ചിട്ട് ഭാര്യമാരും കുത്തി ചോദിക്കണ്ട. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തണ്ട, ആരും ആരെ പറ്റിയും വേണ്ടാത്തത് ധരിക്കണ്ട, ആരും അന്വേഷിക്കണ്ട. അന്വേഷിക്കുന്നത് അപകടമാണ്, നിങ്ങളെ സ്നേഹം തകരാൻ കാരണമാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും നടത്തണ്ട, ആവശ്യമില്ലാത്ത സംസാരം പറയണ്ട. ഒരു ഭർത്താവിനെയും ഭാര്യ സംശയിക്കണ്ട, ഒരു ഭാര്യനെയും ഭർത്താവ് സംശയിക്കണ്ട. സംശയ രോഗം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ നിന്റെ സമാധാനം കെടുത്തുന്ന ഒരു രോഗമാണത്. ആ രോഗത്തിന് ഒരു പുരുഷനും ഒരു സ്ത്രീയും അടിമപ്പെട്ടു പോകണ്ട. സഹോദരന്മാരെ, പരസ്പര വിശ്വാസം വേണം. ഇതുപോലെ സംഘടനാ പ്രവർത്തകന്മാര് പരസ്പരം വിശ്വാസം വേണം. പ്രസിഡന്റിനെ സെക്രട്ടറി വിശ്വസിക്കണം, സെക്രട്ടറിനെ പ്രസിഡന്റ് വിശ്വസിക്കണം. ഖജാൻജിയെ എല്ലാരും വിശ്വസിക്കണം, എല്ലാരും ഖജാൻജിനെയും വിശ്വസിക്കണം. സുബ്ഹാനല്ലാഹ്. സംഘടനാ പ്രവർത്തകന്മാര് സംഘടിക്കുന്ന സമയത്ത് അവർ യോജിപ്പാണ്, പിന്നെ 2ാമത്തെ യോഗം മുതൽ പരസ്പരം തെറ്റാണ്. ഇങ്ങനെ ഓരോ യോജിപ്പിന്റെയും പിന്നിൽ മറ്റൊരു ഭിന്നിപ്പ്. ആ രോഗം നമ്മളെ പിടികൂടാൻ പാടില്ല, ഒരു സംഘടനാ പ്രവർത്തകനെയും പിടികൂടാൻ പാടില്ല. യോജിപ്പിന്റെ പിന്നിലുണ്ടാകുന്ന ഭിന്നിപ്പ്. ഒരു കച്ചവടം തുടങ്ങുന്ന, ഒരു കമ്പനി തുടങ്ങുന്ന, ഒരു കച്ചവടം ഷെയർ ബിസിനസ് തുടങ്ങുന്ന കച്ചവടക്കാര് ഒന്നായി തുടങ്ങിയതാ ബിസിനസ്. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് പരസ്പരം തെറ്റാണ്, പരസ്പരം വിശ്വാസക്കുറവാണ്. പിന്നെ ഈ കൂറുകാരൻ മറ്റേ കൂറുകാരനെ കുറ്റം പറയാണ്. പാടില്ല. വിശ്വാസം തകർന്നു പോയാൽ ഒരു കാര്യവും നടത്താൻ കഴിയില്ല. ഒന്നുകൂടി പറയട്ടെ, ഭിന്നത എവിടെയുണ്ടോ അവിടെ ബറക്കത്ത് ഉയർന്നു പോകും. ഭിന്നത വന്നാ ബറക്കത്ത് ഉയർന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞം മഹല്ലത്ത് ജമാഅത്തിലും അതുപോലെ പരിസരങ്ങളിലെ ജമാഅത്തിലുമൊക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ പറയട്ടെ, നമ്മൾ ഐക്യത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും തന്നെ നമ്മുടെ ഐക്യം തകർക്കാൻ വേണ്ടി ഒരു പുത്തൻവാദിയെ നമ്മൾ പ്രവേശിപ്പിക്കരുത്. ഒരു പുത്തനാശയക്കാരനായിട്ട് നമ്മളെ നിസ്കാരം ബാത്തിലാണ്, നമ്മളെ നോമ്പ് ബാത്തിലാണെന്ന് പറയുന്ന കക്ഷികളെ നമ്മൾ അംഗീകരിക്കരുത്. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നമ്മൾ അനുസരിക്കണം, നമ്മൾ നന്നായി അനുസരിക്കണം. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകരുത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ധാരാളം സ്ത്രീകൾ വെള്ളിയാഴ്ച രാവായിട്ട് മഹാന്മാരെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. സിയാറത്ത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ കറാഹത്താണെങ്കിലും മഹാന്മാരായ ഔലിയാക്കളെ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മമാരേ, ഞാൻ കണ്ട രൂപത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഹറാമാണ് കേട്ടോ. തല മറക്കാതെ, മാറ് മറക്കാതെ, ശരീരം മറക്കാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് തന്നെ ഹറാമാണ് കേട്ടോ.
അത് സിയാറത്തിന് വരുന്നത് മാത്രമല്ല ഹറാമാകുന്നത്, എന്റെ വാലിൽ വന്നിട്ടുണ്ടെങ്കിലും അതും ഹറാമാണ്, കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അതും ഹറാമാണ്, എവിടെ പോകുന്നുണ്ടെങ്കിലും ഹറാമാണ്. ഉമ്മമാരെ, ഞാൻ വേദനയോടെ പറയട്ടെ, ഞങ്ങളുടെ നാടുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഏതെങ്കിലും സ്ത്രീകൾ വല്ല അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ തന്നെ ആ സ്ത്രീകളൊക്കെ പർദ്ദ ധരിച്ചു കൊണ്ടുപോകുന്നതാണ് കാണാറുള്ളത്, മക്കന ധരിച്ചു പോകുന്നതാണ് കാണാറുള്ളത്. ഇവിടെയുള്ള ഉമ്മമാരിൽ ഒരൊറ്റ പെണ്ണിനെയും പർദ്ദ ധരിച്ചവരെ ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ വേദന പറയുകയാണ്. ഓ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ഖൗമുൻ മാഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖറ വയദ്രിബൂന ബിഹന്നാസ്. രണ്ട് വിഭാഗം നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് അക്രമ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റിഹഹാ വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറത്തി കദാ വകദാ. എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന വാസനയാണ് സ്വർഗത്തിന്റെ വാസന. പക്ഷേ ആ സ്വർഗത്തിന്റെ വാസന ഒരു വിഭാഗം സ്ത്രീകൾ എത്തിക്കൂല. ആരാണ് സ്വർഗത്തിന്റെ വാസന എത്തിക്കാത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്, പക്ഷേ ധരിക്കാത്ത പളത്തിലാണ്. സുബ്ഹാനല്ലാഹ്, തലമുടി കാണുന്നുണ്ട്, തട്ടമിട്ടിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്, മാറ് കാണുന്നുണ്ട്, കുപ്പായം ധരിച്ചിട്ടുമുണ്ട്. കാല് കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. ഇങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്ന നിലക്ക് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. അതേ അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന സംസാരം സംസാരിക്കുന്നവർ, ആകൃഷ്ടരാകുന്ന സ്വഭാവത്തിൽ പെരുമാറുന്നവർ, അന്യരെ ആകർഷിപ്പിക്കുന്നവർ. മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില. ചിലപ്പോൾ അവരുടെ തലയൊക്കെ പൂനപ്പല പോലെ കെട്ടിഭദ്രമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന. ശരീരം പൂർണ്ണമായി മറക്കാത്ത സ്ത്രീകൾ അവർ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദുന റിഹഹാ, അവര് സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറത്തി കദാ വകദാ. എത്ര അകലെന്നും എത്തിക്കുന്ന വാസനയാണ് സ്വർഗത്തിന്റെ വാസന, അതുപോലും എത്തിക്കൂല. വിഴിഞ്ഞം പ്രദേശത്തും പരിസരങ്ങളിലുമാണ് എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരല്ലേ, നിങ്ങൾ ആലിമീങ്ങളെ പ്രിയം വെക്കുന്നവരല്ലേ, നിങ്ങൾ അമ്പിയാക്കളെ പ്രിയം വെച്ചവരല്ലേ, നിങ്ങളെ മനസ്സിൽ നിങ്ങളെ മക്കളെക്കാൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഉമ്മമാരല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയോട് കൂടെ, പുന്നാര മകൾ ഫാത്തിമ ബീവിയോട് കൂടെ, അള്ളാഹുവേ, ഈ വിഴിഞ്ഞത്തും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെയും ഞങ്ങളെ സഹോദരിമാരെയും ഉമ്മമാരെയും ഭാര്യമാരെയും ഞങ്ങളെ എല്ലാ ഉമ്മമാരെയും നീ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങരുത് കേട്ടോ. ഞാൻ ഈ പ്രദേശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു, ധാരാളം മുതഅല്ലിമീങ്ങളുള്ള ഒരു ബറക്കത്തുള്ള പ്രദേശമാണിത്, ധാരാളം പണ്ഡിതന്മാരുള്ള ഒരു പ്രദേശമാണിത്. ഓ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ശരീരത്തിന് പൂർണ്ണമായും മറച്ചുകൊണ്ടല്ലാതെ വീട്ടിൽ നിന്നിറങ്ങരുത് എന്നതിന് നിങ്ങൾ പ്രചോദനം നൽകുകയും അത് നിങ്ങൾ സാധാരണക്കാർക്ക് മാതൃക കാണിക്കുകയും ചെയ്യണമെന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിൽ ഞാൻ വാല് പറഞ്ഞു പഠിക്കുന്ന കാലത്ത് 30 കൊല്ലം മുമ്പ് പേരോട് ഞാൻ വാല് പറയുന്ന സമയത്ത് എന്റെ നാട്ടിൽ പർദ്ദ ധരിക്കുന്ന ഒരൊറ്റ പെണ്ണുമില്ല, ഒരു പെണ്ണും വന്ന് പർദ്ദ ധരിക്കുന്നവരില്ല. ഞാൻ വളരെ ഗൗരവത്തോടെ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞു. ശരീരം പൂർണ്ണമായി മറക്കാതെ ഉമ്മമാരെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചപ്പോ ആദ്യമായി എന്റെ നാട്ടിൽ എന്റെ ഭാര്യയ്ക്ക് ഞാൻ പർദ്ദ എടുത്തു. ആ പർദ്ദ ഞാൻ എന്റെ ഭാര്യയെ ധരിപ്പിച്ചു. അത് കണ്ടിട്ട് എന്റെ ജേട്ടന്റെ ഭാര്യ, അവളും പറഞ്ഞു എനിക്കും ഒരു പർദ്ദ വേണം. അവളും ഒരു പർദ്ദ ധരിച്ചു. എന്നിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെയുള്ളൊരു വിവാഹത്തിന്, ആ വിവാഹ സദ്യയിൽ എന്റെ ഭാര്യയും ജേട്ടന്റെ ഭാര്യയും ചെന്നപ്പോ എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു തമാശയായിട്ട് പറഞ്ഞു, 2 വക്കീലന്മാരുമുണ്ട് പെണ്ണുങ്ങളെ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ കറുത്ത പർദ്ദ ധരിച്ച വകയിലാണ് വക്കീലന്മാരെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് തമാശ പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭാര്യയും ഇന്ന് പർദ്ദ ധരിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഫലം ചെയ്യുന്നവൻ അള്ളയാണ് കേട്ടോ.
ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നന്മയ്ക്ക് വേണ്ടിയുള്ള സംസാരമല്ലേ വേണ്ടത്? അതുപോലെ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ ജമാഅത്തിലുള്ള ഇവിടുത്തെ നേതാക്കന്മാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഈ ജമാഅത്തിന് മനക്കരുത്തോടെ ബറക്കത്തോടെ നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഈ ജമാഅത്തിന് നീ ഭദ്രതയും ബറക്കത്തും നൽകണം റഹ്മാനേ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി വരാൻ ഒരു പ്രത്യേക ഗേറ്റും പ്രത്യേക മാർഗവും ഉണ്ടാകണം. പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ടുള്ള സിയാറത്ത് ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല, അമ്പിയാക്കൾ ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല. അതുകൊണ്ട് സ്ത്രീകൾ വേറെ ഒരു സെക്ഷൻ, പുരുഷന്മാർ വേറെ ഒരു സെക്ഷൻ. ഒരിക്കലും ഇടകലർന്നുകൊണ്ടുള്ള സിയാറത്തും അതുപോലെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റൂട്ടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അള്ളാഹുവിന് വേണ്ടിയല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ. അത് നമ്മൾ വളരെ കൃത്യമായി ചെയ്യണമെന്നും വിനയത്തോടെ ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ലതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വലിയ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ഞാൻ കണ്ടു. അള്ളാഹു ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിച്ചു വരുമാറാകട്ടെ. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും ഭാഗമാക്കണം. നമ്മുടെ മദ്രസകളിൽ കുട്ടികളെ വളരെ നേരത്തെ തന്നെ ഉമ്മമാരെ അയച്ചു കൊടുക്കണം. കുട്ടികളുടെ മദ്രസ പഠനത്തെ കുറിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മുതഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണം. എല്ലാ നല്ല കാര്യത്തിലും മുൻപന്തിയിൽ ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ചരിത്രത്തിലേക്ക് തന്നെ പോകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ അടുക്കൽ മസ്ലഹത്തിന് വേണ്ടി പോവുകയാണ്. ആ ഒട്ടകത്തെ മസ്ലഹത്താക്കാൻ വേണ്ടി പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരും. അടുത്ത സമീപത്തേക്ക് ഇങ്ങെത്തുമ്പോ ദൂരെ കിടക്കുന്ന ഒട്ടകത്തെ കണ്ട സ്വഹാബികൾ പറഞ്ഞു, നബിയേ, തങ്ങൾ അങ്ങോട്ട് അടുക്കല്ല. ആ ഒട്ടകം ഒരു വളരെ ഗൗരവത്തോടെ കിടക്കുകയാണ്. തങ്ങൾ അങ്ങോട്ട് അടുക്കല്ല, ഒട്ടകം വല്ലതും ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല, എനിക്കൊന്നും സംഭവിക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അറിയാത്ത ഒട്ടകമുണ്ടോ? എല്ലാ ഒട്ടകത്തിനും അറിയാം അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണക്കാരനല്ല. എല്ലാ മൃഗങ്ങൾക്കും അറിയാം സാധാരണക്കാരനല്ല. മരങ്ങൾക്കറിയാം, മരക്കഷ്ണത്തിനറിയാം, കല്ലുകൾക്കറിയാം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു ഖബ്ല അൻ നുബഅസ. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, ഞാൻ 40 വയസ്സാകുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ആ കല്ലിനെ എനിക്കറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചൊരു CD ഉണ്ട്, നിങ്ങൾ കേട്ടു നോക്കണം. എന്താണത്? അക്ബറിന്റെ വിവരക്കേട്, മുജാഹിദിന്റെ ഗതികേട്. അക്ബർ എന്നൊരു മൗലവിയുണ്ട്. ആ മൗലവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, മുഹമ്മദ് നബി 40 വയസ്സ് വരെ ഒരു സാധാരണക്കാരനായ അറബി പയ്യനായിരുന്നു. അത് ആ CD-യിൽ അതിന്റെ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരന്മാര് മനസ്സിലാക്കണം, 40 വയസ്സിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോ കല്ല് സലാം പറയാണ്. കല്ലിന് അക്ബറിനെ കാണാൻ വിവരണ്ട്. കല്ല് സലാം പറയാണ്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മരക്കഷ്ണം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലാക്കാത്തവർ പുത്തൻവാദികളല്ലാതെ മറ്റൊരു സൃഷ്ടികളുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരെ നിന്ന് കാണുന്ന ഒട്ടകം അവിടെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേറ്റുപോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് നെറ്റി നിലത്ത് വെച്ച് സുജൂദ് ചെയ്തു പോയി. അത് കണ്ടപ്പോഴാണ് സഹാബത്തിന്റെ ചോദ്യം, നബിയേ, ഇതാ വിശേഷ ബുദ്ധിയില്ലാത്ത ഒട്ടകം തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യരായ വിശേഷ ബുദ്ധിയുള്ള ഞങ്ങളല്ലേ സുജൂദ് ചെയ്യേണ്ടത്? അപ്പോഴാണ് അവിടുത്തെ മറുപടി, ഉമ്മമാരെ, ഒരു സൃഷ്ടിക്കും മനുഷ്യർ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. മനുഷ്യർ അല്ലാതെ അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ
ഭർത്താക്കന്മാര് കയറി വരുന്ന സമയത്ത് ഭാര്യമാര് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ സുജൂദ് കൊണ്ടൊരാളെയും ബഹുമാനിക്കാൻ പാടില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനതാ പറഞ്ഞത്, മഖ്ബറയിൽ പോയാൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു ഖബറിനും സുജൂദ് ചെയ്യാൻ പാടില്ല. അതുപോലെ സുജൂദ് കൊണ്ടൊരാളെയും ബഹുമാനിക്കാൻ പാടില്ല, റുക്കൂ കൊണ്ട് ആരെയും ബഹുമാനിക്കേണ്ടതില്ല. എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാം. അതുപോലെ മഹാന്മാരുടെ കൈ പിടിക്കാം, മഹാന്മാരുടെ കൈ വേണമെങ്കിൽ ചുംബിക്കാം. പക്ഷേ ചുംബിക്കുന്ന സമയത്ത് ചുംബിക്കപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിൽ എന്റെ കൈയൊരു ചുംബിക്കുന്ന തോന്നിയാൽ അവൻ കിബറനാണ് കേട്ടോ. മറ്റൊരാള് കൈപിടിച്ച് ചുംബിക്കുമ്പോ നമ്മളെ ശരീരം പേടിച്ച് വിറക്കണം. പോരാ, ആ ചുംബിക്കുന്ന മനുഷ്യൻ നല്ല മനസ്സുള്ളവനാണ്, അവൻ അഹങ്കാരമില്ലാത്തവനാണ്. എന്റെ മനസ്സിൽ അഹങ്കാരം വന്നു പോകുമോ എന്ന് പേടിക്കണം. പോരാ, ആ ചുംബിക്കുന്ന മനുഷ്യന്റെ മൂക്കിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കൈയൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കണം. നേരെ മറിച്ച് എന്റെ കൈയിന്റെ ബർക്കത്ത് കൊണ്ട് അവന്റെ മൂക്ക് രക്ഷപ്പെടണമെന്നാണ് ചിന്തയെങ്കിൽ നീ അഹങ്കാരിയാണ് കേട്ടോ. ഖൽബ് നന്നാകാതെ, മനസ്സ് നന്നാകാതെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുമെന്ന് ഒരാൾക്കും തോന്നിപ്പോകേണ്ടതില്ല. കൊടുക്കുന്നവനും റബ്ബാണ്, തടയുന്നവനും റബ്ബാണ്. ആ റബ്ബ് മനസ്സറിയുന്ന റബ്ബാണ്. കണ്ണിന്റെ കട്ടുനോട്ടം അവനറിയാം, മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചത് അവനറിയാം. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കലാണ് റബ്ബുമായി അടുക്കാനുള്ള വഴി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ധാരാളം സുന്നത്ത് നിസ്കരിക്കൽ. ഓ സഹോദരന്മാരെ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അതാ ഒരാൾ പള്ളി പണിതാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉസ്താദേ, ഞങ്ങൾക്കൊക്കെ ഇപ്പോ ഒരു പള്ളി പണിയാൻ മാത്രം കഴിവില്ലല്ലോ. എന്നാ ചെറുപ്പക്കാരാ, സ്വർഗത്തിൽ വീട് പണിയാൻ മറ്റൊരു വഴി പറയട്ടെ. മൻ സല്ലാ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വീട് പണിയും. ഞാനിവിടെ വന്നപ്പോ വീടില്ലാത്ത പലരും വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ ഖൈറായ വീട് തരണം റഹ്മാനെ. പക്ഷെ ഏത് വീട് പണിതാലും, ഏത് കൊട്ടാരം പണിതാലും, ആ കൊട്ടാരത്തിൽ ഏത് മുതലാളിയും ഒരു ദിവസം ഇറങ്ങിപ്പോകണ്ടേ സഹോദരാ. ദുബായിൽ പോകുന്നവൻ ദുബായിൽ വീട് പണിയുന്നതിന് പകരം അവൻ അതാ വിഴിഞ്ഞത്താ വീട് പണിയുന്നത്, ഭീമാ പള്ളിയിലാ വീട് പണിയുന്നത്. കാരണം നാട്ടിൽ വീട് വേണമെന്നാണ് ആശിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നാട്ടിൽ പണിത വീട്ടിലും കാലകാലം താമസമില്ല കേട്ടോ. ആ വീട്ടിൽ നിന്നും പിന്നെയും നമ്മൾ ഇറങ്ങിപ്പോകേണ്ടതില്ലേ. നമുക്ക് യഥാർത്ഥ വീട് പണിയേണ്ടത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ വീട് പണിയാനുള്ള പണിയാ പറഞ്ഞത്. നിങ്ങൾ ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് നിസ്കരിച്ചോളൂ. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വീട് പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തന്ന ശരീരം കൊണ്ട് ഒരു 4 റക്അത്ത് ളുഹറിന് മുമ്പ് നിസ്കരിച്ചുകൂടെ ചെറുപ്പക്കാരാ? ളുഹറിന് ശേഷവും ഒരു 4 നിസ്കരിച്ചുകൂടെ ചെറുപ്പക്കാരാ? അതുപോലെ സുബ്ഹിന് മുമ്പ് ഒരു 2, മഗ്‌രിബിന് മുമ്പ് ഒരു 2, ശേഷം ഒരു 2, ഇശാഇന് മുമ്പ് ഒരു 2, ശേഷം ഒരു 2, കഴിയുമെങ്കിൽ ഒരു 11 റക്അത്ത് വിതറും, സാധിക്കില്ലെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും വിതറും. ഒരു ദിവസം 22 റക്അത്ത് റവാത്തിബ് സുന്നത്തും ഒരു 3 റക്അത്ത് വിതറുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തണേ ചെറുപ്പക്കാരേ. യുവാക്കളെ, അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് ചോദ്യമുണ്ട്, അല്ലാഹു തന്ന ഭക്ഷണത്തെ കുറിച്ച് ചോദ്യമുണ്ട്, അല്ലാഹു തന്ന ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. അപ്പൊ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുന്ന അടിമകളായി നമ്മൾ വളരണമെന്ന് ഞാൻ എന്റെ സ്നേഹിതന്മാരോട് പറയട്ടെ. പ്രായം കവിഞ്ഞ് പ്രായം ചെന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വരുമ്പോ നമ്മൾ യുവത്വമുള്ള സമയത്ത് സുന്നത്ത് നിസ്കരിച്ചവരാണെങ്കിൽ അതേ പ്രതിഫലം നമ്മളെ പ്രായമുള്ള സമയത്ത് നിസ്കരിച്ചില്ലെങ്കിലും അല്ലാഹു നമുക്ക് കഴിയാത്ത കാലത്ത് അല്ലാഹു നമുക്ക് പ്രതിഫലം തരും കേട്ടോ. അതുകൊണ്ട് യുവാക്കൾ സുന്നത്ത് നിസ്കരിക്കണം, യുവാക്കൾ ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നമുക്കൊരു ദിവസം ഒരല്പസമയം ഓതിക്കൂടെ? റബ്ബിനെ പ്രിയം വെക്കുന്നവൻ അവന്റെ കലാമെന്ന് ഓതിക്കൂടെ? ആ റബ്ബിന്റെ ഹബീബായ നബിയുടെ പേരിൽ ഒരല്പം സ്വലാത്ത് നമുക്ക് ദിവസേന ചൊല്ലിക്കൂടെ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിർബന്ധമായ 5 വക്ത് നിസ്കാരം അത് ഖളാക്കുന്നവരൊന്നും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ ചെറുപ്പക്കാരേ, ഉമ്മമാരേ,
കാരണവന്മാരെ, റബ്ബ് തന്ന ഓക്സിജനും ശ്വസിച്ച്, അവൻ തന്ന ഹാർട്ടിന്റെ വർക്കിങ്ങനെ നടന്നുകൊണ്ട്, അവൻ തന്ന മാനസികമായ നിലയും ആ നിലയ്ക്ക് എല്ലാ ആരോഗ്യവും തന്നിട്ട്, അവന്റെ ഭക്ഷണവും വെള്ളവും കുടിച്ച്, അവന്റെ വെളിച്ചവും ആസ്വദിച്ച്, അവന്റെ ഭൂമിയിൽ ഇങ്ങനെ താമസിക്കുമ്പോ 24 മണിക്കൂറിനുള്ളിൽ ഒരു 24 മിനിറ്റ് സമയം ഒരു 5 നേരത്തായി ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തലകുനിക്കാൻ പറഞ്ഞിട്ട് അതിന് നമ്മൾ തയ്യാറില്ലെങ്കിൽ നമ്മളെപ്പോലെ നന്ദി കെട്ടവരുണ്ടോ? ചോദിക്കട്ടെ, ഒരു പോക ഭക്ഷണം കൊടുക്കുന്ന ഒരു മുതലാളി, ആ മുതലാളി കയ്യിന്റെ വിരൽ കൊണ്ട് ചൊട്ടിയിട്ടൊന്ന് വിളിച്ചാൽ ഓടി വന്നിട്ട് വാലാട്ടുന്ന നായകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ നായയുടെ നന്ദി പോലും ഇല്ലാത്തവനായി പോയില്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് നിസ്കാരത്തിന് ഹാജരാകാത്ത മുസ്ലിം? അതുകൊണ്ട് അത്തരത്തിലായി പോകരുതെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്ത് ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നന്നായി ശരിക്കും മനസ്സിലാക്കണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് ചോദിക്കുന്നു, മൻ യഖുദു മിന്നി ഹൗലായിൽ കലിമാത്ത്, എന്റെ ഈ വചനങ്ങൾ ആരാണ് എന്നിൽ നിന്ന് മനസ്സിലാക്കുക? ഫയഅമലു ബിഹിന്ന, എന്നിട്ട് അതനുസരിച്ച് ആരാണ് പ്രവർത്തിക്കുക? അയ്യോ അല്ലിമു മയ്യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണെന്ന് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങ് പിടിച്ചു. ഇൽമു പഠിക്കാൻ വലിയ താല്പര്യമുള്ള, ക്ലാസ് കേൾക്കാൻ വലിയ താല്പര്യമുള്ള, വഅദ് കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആ മുതഅല്ലിമു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കൈ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് പിടിച്ചു. എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഓ അബൂ ഹുറൈറ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, നീ ഹറാമിനെ സൂക്ഷിക്കണേ, നീ ഹറാമിനെ സൂക്ഷിക്കണേ, എന്നാ നീ ഏറ്റവും വലിയ ഇബാദത്തുകാരനാകും. ഹറാം ചെയ്യാൻ പാടില്ല. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമല്ലേ? അന്യ പുരുഷന്റെ മുഖത്ത് നോക്കൽ സ്ത്രീകൾക്കും അതേ വികാരത്തോടെയാണെങ്കിൽ എന്തായാലും ഹറാമല്ലേ? വികാരമില്ലെങ്കിലും ഹറാമാണെന്നാണ് ഭൂരിപക്ഷവും പറയുന്നത്. എന്നാൽ ഓ ഉമ്മമാരെ, കള്ളശൈഖന്മാരെ കാലമാണ്. അന്യ പുരുഷന്റെ കൈപിടിക്കൽ കടുത്ത ഹറാമാണ് കേട്ടോ. ഞാൻ കക്കാട് തരീഖത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച എന്റെ സീഡികളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് അന്യപെണ്ണിനെയും കൂട്ടിയിട്ട് ഈജിപ്തിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ശൈഖിന്റെ കൈ പിടിപ്പിച്ചില്ലേ, കൈ പിടിച്ചില്ലേ? അതിനെ ന്യായീകരിക്കുകയല്ലേ കക്കാട് ചെയ്തത്? 3 തലാഖ് ചൊല്ലിയാൽ ഒന്നാണെന്ന് ഫത്വ കൊടുക്കണമെന്നല്ലേ കക്കാട് പറഞ്ഞത്? യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ അല്ലെന്നല്ലേ പറഞ്ഞത്? ഈ നിലക്ക് കടുത്ത കുഫറും അതുപോലെ കടുത്ത ഹറാമും പ്രചരിപ്പിക്കുന്ന തരീഖത്ത് ഈജിപ്തിൽ കൊണ്ടുവന്നിട്ട് പ്രചരിപ്പിച്ചപ്പോ ഈ തെക്കൻ ജില്ലയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവും അതിൽ പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തെയും മറ്റുള്ളവരെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഞാൻ ഈ സമയത്ത് എന്റെ ഉമ്മമാരോട് പറയുന്നു, ഈ എത്ര വലിയ ശൈഖാണെങ്കിലും അന്യപുരുഷന്റെ കൈപിടിക്കലും മുസാഫഹത്ത് ചെയ്യലും ചുംബിക്കലും ഒക്കെ കടുത്ത ഹറാമാണ് കേട്ടോ. അതേസമയം ഞാൻ നേരത്തെ കൈപിടിച്ച് ചുംബിക്കൽ നല്ലതാണെന്ന് പറഞ്ഞത് പുരുഷന്മാരെ കൈപിടിക്കുന്നതിനെ കുറിച്ചാണ്. സ്ത്രീകളിൽ നല്ലവരുണ്ടെങ്കിൽ കൈപിടിക്കുന്നതിനെ കുറിച്ചാണ്. ഒരിക്കലും അന്യപെണ്ണിന് അന്യപുരുഷന്റെ കൈപിടിക്കാൻ അള്ളാഹ് അനുവദിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. അത് നമ്മുടെ മനസ്സിലെപ്പോഴും ബോധം വേണം. ഞാൻ ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഇത്തഖിൽ മഹാരിം, ഹറാമിനെ നീ സൂക്ഷിച്ച് ജീവിച്ചു, നിനക്ക് ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം. വർള ബിമാ ഖസബല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അല്ലാഹ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചു, അല്ലാഹ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചു. അമിതമായ നിലക്ക് നീ ദുനിയാവിനെ മോഹിക്കണ്ട, ദുനിയാവിന്റെ നെട്ടോട്ടം ഓടണ്ട, ഹറാമും ഹലാലും ഇല്ലാതെ സമ്പാദിക്കണ്ട. എന്നാൽ നിനക്ക് ഏറ്റവും നല്ല ഐശ്വര്യക്കാരനാകാം. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നിന്റെ അയൽവാസികൾ, തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്നവർ, തൊട്ടടുത്ത കടകളിൽ ഉള്ളവർ, തൊട്ടടുത്ത് തന്നെ ജീവിക്കുന്നവർ, അവർക്ക് നീ നന്മ ചെയ്തോ, നീ ഒരു മുഅ്മിനാകും.
അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, മനുഷ്യന്മാർക്ക് മുഴുവനും നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. തകുൻ മുസ്ലിമാ, നീ ഒരു യഥാർത്ഥ മുസ്ലിമാകും. എനിക്കെന്താണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടണം, ഞാൻ എന്താണോ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്കും താല്പര്യപ്പെടണം. അങ്ങനെ മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. നീ ഒരു മുസ്ലിമാകും. വലാ തുക്സിരിൽ ലഹ്ക, നീ ചിരി കൂടുതൽ ചിരിക്കണ്ട. ഫൈന കസറത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ, കൂടുതൽ ചിരിക്കുന്നത് ഹൃദയത്തെ നിർജീവമാക്കി കളയും. ഈ ഹൃദയം സജീവമായി നിൽക്കണം. അത് അല്ലാഹുവിലേക്ക് തിരിയണം, അവന്റെ സംതൃപ്തി നേടണം, അവന്റെ പ്രകാശം നമുക്ക് ലഭിക്കണം. ആ അല്ലാഹുവിന്റെ പ്രകാശമായ ഈമാനോട് തഖ്വയോടെ ഒന്ന് മരിക്കണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ച് മരിക്കണമെന്നും അതിനുവേണ്ടി അധ്വാനിക്കണമെന്നും നിങ്ങളോട് എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. അതാ സ്വർഗത്തിന്റെ വാസന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധത്തിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് ഇങ്ങനെ വെട്ടുകയും കുത്തുകയും ചെല്ലുമ്പോൾ ഓരോ വെട്ടുകളും കുത്തുകളും കിട്ടുമ്പോൾ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമില്ലേ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ആളുകൾ ഇങ്ങനെ വെട്ടുമ്പോ കുത്തുമ്പോ ബഹുമാനപ്പെട്ടവരങ്ങ് പറഞ്ഞു, ഓ ശത്രുക്കളെ, നിങ്ങൾ എന്നെ കുത്തുകയാണോ വെട്ടുകയാണോ? ഞാനങ്ങ് പിന്നോട്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആരെയും ആക്രമിക്കാൻ വന്നവനല്ല, ഭീകരനല്ല. അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ വന്നവരോട് പടപെടുത്താൻ വന്നവനാണ് ഞാൻ. നിങ്ങൾ വെട്ടിയത് കൊണ്ടോ കുത്തിയത് കൊണ്ടോ ഞാൻ എവിടെയും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവനല്ല. അതങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതാ യുദ്ധത്തിൽ വലിയ പോരാട്ടം നടത്തുന്നതിനിടയിൽ ഉറക്കെ വിളിച്ചങ്ങ് പറഞ്ഞില്ലേ, ഇന്നീലാജിദുരീഹൽ ജന്നത്തി മിൻ വറാഇ ഉഹദ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് വെച്ച് എനിക്ക് സ്വർഗം മണക്കുന്നു മക്കളെ, സ്വർഗം മണക്കുന്നു മക്കളെ. സ്വർഗത്തിന്റെ വാസന ഈ ലോകത്ത് വെച്ച് തന്നെ എത്തിച്ച ഔലിയാക്കളില്ലേ, ആരിഫീങ്ങളില്ലേ, സഹാബത്തില്ലേ. അതുകൊണ്ട് സ്വർഗം കണ്ണിൽ കണ്ടുകൊണ്ട് ആ സ്വർഗത്തിലെത്തണമെന്ന നിലക്ക് അള്ള കൽപ്പിച്ചത് ജീവിതത്തിലെടുത്ത് അള്ള വിരോധിച്ചത് കൈയൊഴിച്ച് തെക്കവോടെ ജീവിച്ച് മരിക്കണേ ചെറുപ്പക്കാരേ, ഉമ്മമാരേ. ആ കാര്യത്തിൽ ഒരു തൗഫീഖ് ലഭിക്കാൻ ഈ പാവപ്പെട്ട എന്നെയും റബ്ബൊന്ന് നന്നാക്കി തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഉമ്മമാരേ. എല്ലാവരും റബ്ബിന്റെ അടിമകൾ. ആ റബ്ബ് തന്നെങ്കിലല്ലേ ഉള്ളൂ, അവൻ രക്ഷപ്പെടുത്തിയെങ്കിലല്ലേ ഉള്ളൂ. റബ്ബേ, ഞങ്ങൾ സാധുക്കളായ അടിമകൾ. നീ എന്തിനും അധികാരമുള്ള രാജാവല്ലേ. നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ദുആക്കുത്തരം തരണേ റഹ്മാനേ. ഈ നാട്ടിനും പരിസരങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന SSF-ന്റെയും SSF-ന്റെയും SYS-ന്റെയും പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ സർവ്വ മുസ്ലിങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. എല്ലാവരും നമ്മൾ മരിച്ചുപോയവരുടെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. വളരെ പെട്ടെന്ന് നല്ല സംഭാവനകൾ തരണം. ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. തങ്ങളൊന്ന് അവിടെ ഇരുന്നാല് സമയം തങ്ങന്മാരെ കൈക്കാനുള്ള ബർക്കത്ത്. അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. തങ്ങളെ മൂലക്ക് ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുക. തങ്ങളെ കൈക്കേ ബർക്കത്തുള്ളൂ, എൻ്റെ കൈക്ക് ഒരു ബർക്കത്തുള്ളൂ കേട്ടോ. തങ്ങന്മാരെ കൈക്ക് അള്ളാഹിന്റെ റസൂലിന്റെ കുർബാണ്. അതുകൊണ്ട് എല്ലാവരും തങ്ങളെ കൊടുത്തോളി. ഞാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം. എല്ലാവർക്കും വേണ്ടി ദുആർക്കാം. പ്രവർത്തകരും ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരൊക്കെ ഈ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്, ഭക്ഷണം കൊടുത്തവരുണ്ട്. പല ആളുകളും സിറാജുലുദിലേക്ക് നേർച്ച കൊടുത്തയച്ച് ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആർക്കാം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ.